വെഞ്ഞാറമൂട്ടിൽ ജഡ്ജി ചമഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിലായി. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് കെ എം, മന്നാർ ഇരുമന്തൂർ വടക്കത്തിൽ സുമേഷ് എന്നിവരെ വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വെഞ്ഞാറമൂട് കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത് പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ദമ്പതികളിൽ നിന്ന് 6 ലക്ഷം രൂപ കൈവശപ്പെടുത്തിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത്. ആള് വന്ന നിങ്ങളവിടെ നാളെ വന്ന അവിടെ ജഡ്ജിയുടെ സ്ഥലം എവിടെയെന്നാ പറഞ്ഞത്? അത് അവരവിടെ ഇവിടെ കൊണ്ട് വരില്ലല്ലോ. ഇത് വെച്ച് എടുക്കാൻ പറ്റില്ല. വണ്ടിയുടെ വെച്ച് ഞാൻ വിഷ്വൽസ് അയച്ചു. ജഡ്ജി ബാങ്കിൽ വേഷം കെട്ടിച്ച് സെറ്റപ്പായിട്ടിരിക്കും. ഡ്രൈവറുണ്ട്. ഇവിടെ മാത്രമാണ് ചെയ്തില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ISROടെയൊക്കെ അപ്പോയിൻമെന്റ് റെഡിയാക്കിയിട്ടേക്കാം. ഓഫീസിൽ നിന്ന് ആൾ വന്നോ? എടുത്തോ? അല്ല, ഞാൻ ഇവിടെ സ്റ്റേഷനിലുണ്ട്. ഞാൻ ചോദിച്ചോ? ഓ, ഞാൻ മറ്റേ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് ഒമാനിൽ ഡ്രൈവറായി ജോലി നോക്കി വരവെ കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്നതറിഞ്ഞു. കൂടെ ജോലി ചെയ്തു വന്ന മൂവാറ്റുപുഴ പെങ്ങോട്ടുകര സ്വദേശിയായ ഷിജു പരിചയപ്പെടുത്തിയതനുസരിച്ചാണ് 2022 ജൂൺ മാസം 16-ാം തീയതി വെമ്പായം ശ്രീവത്സം റെസിഡൻസി ഹോട്ടലിന് മുന്നിൽ പ്രതികൾ കാറിൽ എത്തിയത്. വെമ്പായം ശ്രീവത്സം ഹോട്ടലിൽ ജഡ്ജി വരുമെന്നും ജഡ്ജി കേരള ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണെന്നും ജഡ്ജി ശ്രമിച്ചാൽ ലോൺ തുക ബാങ്കിൽ കിട്ടാക്കടമായി എഴുതിത്തള്ളി വസ്തുവിന്റെ പ്രമാണം എടുക്കാൻ സാധിക്കുമെന്നും ഷിജു പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരി ശ്രീവത്സം ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ കാറിന്റെ പിൻസീറ്റിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന ജഡ്ജി, നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് ലോൺ കിട്ടാക്കടമായി എഴുതിത്തള്ളുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടതനുസരിച്ച് ജൂലൈ മാസം 3 തവണകളായി 4.5 ലക്ഷം രൂപ കൂടി നൽകി വഞ്ചിക്കപ്പെടുകയായിരുന്നു. ജഡ്ജിയുടെ വേഷത്തിൽ ഡ്രൈവറിനോടൊപ്പം വില കൂടിയ കാറിലെത്തിയതാണ് പരാതിക്കാരിൽ വിശ്വാസം വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.